വെൽക്കം ബാക്ക് റോക്ക് ടോക്സ്. ഇന്നലെ ആദ്യത്തെ മത്സരം LSG GT തമ്മിലായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അവരുടെ മത്സരം? ഞാൻ അങ്ങോട്ട് കണ്ടില്ല മത്സരം. ഇന്നലെ ഇപ്പൊ അവര് രണ്ട് മത്സരങ്ങൾ കുറെ ദിവസങ്ങളിൽ വെക്കുന്നുണ്ട്. ഇപ്പൊ ഒഴിവ് ദിവസങ്ങളിലും വെക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ സാറ്റർഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ ഒരു LSGയുടെ ഒരു ആധിപത്യം തന്നെ, ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും. നമ്മുടെ എടുത്ത് പറയേണ്ടത് അവരുടെ ബാറ്റ്സ്മാൻമാരുടെ കേസാണ്. അപ്പൊ ആദ്യം GT ആണ് ബാറ്റ് ചെയ്തത്. അപ്പോൾ GT നമ്മൾ ഗുജറാത്തിന്റെ കേസ് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അവരുടെ ടോപ്പ് 3, അതായത് സായ് സുദർശൻ, ബട്ട്ലർ, അതുപോലെ ഗില്ല്, ഇവരെ എത്ര സ്കോർ ചെയ്യുന്നു അതിനെ ആശ്രയിച്ചായിരിക്കും ആ ടീമിന്റെ ടോട്ടൽ ഫൈനൽ റൺസ് വരുന്നത്. കാരണം മിഡില് വരുന്ന ഇപ്പോൾ ഷാറൂഖ് ഖാൻ ആയാലും, തെവാത്തിയ, അല്ലെങ്കിൽ റുദർഫോർഡ്, അതുപോലെ റഷീദ് ഖാൻ, ഇവരൊക്കെ ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആണ്. നമുക്ക് എത്ര എടുക്കുക അല്ലെങ്കിൽ നമുക്കൊരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എത്രത്തോളം ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത്. ഇവർ ഫോം ആണെങ്കിൽ നല്ല രീതിക്ക് ഇപ്പോൾ റഷീദ് ഖാനൊക്കെ വേണമെങ്കിൽ ഒരു 10-8 ഒറ്റയ്ക്ക് അടിക്കും. ഇവരെപ്പോൾ ഫോം ആവും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നലെ ആ ഒരു പ്രശ്നമായിരുന്നു. അപ്പം ഇന്നലെ അവർ ടോപ്പ് ഓർഡർ അത്യാവശ്യം നല്ല, ഇപ്പോൾ സായ് സുദർശൻ ആണെങ്കിലും ഗില്ലാണെങ്കിലും അവർ നല്ല രീതിയിൽ റൺസ് കണ്ടെത്തി. പക്ഷെ പിന്നീട് ബട്ട്ലർ അധികം റൺസ് കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെ ബാക്കി മിഡിൽ ഓർഡറൊന്നും വലിയ കോൺട്രിബ്യൂഷൻസ് വന്നില്ല. അതുകൊണ്ട് തന്നെ 150 എന്ന് പറയുന്ന ഒരു സ്കോറിലോട്ട് എത്താൻ അവർക്ക് സാധിച്ചുള്ളൂ. 150 എന്ന് പറയുന്നത് ഒരു ഡിഫെൻഡിങ് ചെയ്യാൻ പറ്റിയ ടോട്ടൽ അല്ല നിലവിൽ IPL. പ്രത്യേകിച്ച് GTക്ക് അങ്ങനെ GTയുടെ ബോളിംഗ് അത്യാവശ്യം സ്ട്രോങ് ആണ്. സ്റ്റിൽ LSGയുടെ ബാറ്റിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് 150 ഒരു അച്ചീവ് ചെയ്യാൻ വരുന്ന ടാർഗറ്റ് തന്നെയായിരുന്നു. സെയിം ലൈക്ക് ഇന്നലെ മിച്ചൽ മാർഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് മുതലെടുക്കാനും പറ്റിയില്ല ഗുജറാത്തിനെന്ന് പറയാം. എന്തായാലും ഇപ്പോൾ പന്താണ് ഓപ്പണിംഗ് ഇറങ്ങിയത്. ഇന്നലെ പന്തിനെയൊക്കെ ഓപ്പണിങ്ങിൽ കണ്ടു. അപ്പോൾ മാർക്കറം നമ്മൾ എടുത്ത് പറയണം. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല മാർക്കറത്തിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ളൊരു ഇന്നിങ്സുകൾ അത് ഈ IPL. കാരണം നമ്മൾ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ അവരുടെ സ്ക്വാഡിൽ എനിക്ക് പേഴ്സണലി തോന്നിയൊരു മിസ്റ്റേക്കാണ്. മാർക്കറം എന്ന് പറയുന്ന പ്ലെയർ അവർ എടുത്തിട്ട് എവിടെ യൂസ് ചെയ്യുന്നുള്ളത്. മിഡിൽ ഒരിക്കലും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓപ്പണിങ്ങിൽ അദ്ദേഹം എത്രത്തോളം കളിക്കും, കാരണം കഴിഞ്ഞ വർഷം SRHലൊക്കെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന കാണാമായിരുന്നു മാർക്കറം. SRHൽ 250 മുകളിൽ റൺസ് അടിക്കുമ്പോൾ പോലും മാർക്കറത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ, ഇന്നലെ മാൻ ഓഫ് ദ മാച്ച് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ വളരെ ഗംഭീര സ്റ്റാർട്ട് തന്നെ അത് ആ ടീമിന് കൊടുക്കുകയാണ്. അപ്പുറത്ത് പന്തിന് അധികം റൺസ് കണ്ടെത്താൻ പറ്റുന്നില്ല, പന്ത് സ്ട്രഗിൾ ചെയ്യുകയാണ്. സ്റ്റിൽ മാർക്കർ അവിടെ നല്ല രീതിക്ക് ബാറ്റ് ചെയ്യുന്നതുകൊണ്ട് പന്തിനും കുറച്ച് കോൺഫിഡൻസ് കിട്ടി. പന്ത് നല്ല അത്യാവശ്യം റൺസ് അടിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ഈ എൻ്റയർ സീസണിൽ എടുത്ത് പറയണം. അതുപോലെ തന്നെ മിച്ചൽ മാർഷും ഇന്നലെ അദ്ദേഹം കളിച്ചില്ല. സ്റ്റിൽ അദ്ദേഹം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്നു. പിന്നീട് ഇവരുടെ വിക്കറ്റ് പോയതിനു ശേഷം പിന്നീട് വരുന്നത് നിക്കോളാസ് പൂരനാണ്. പിന്നെ ഒന്നും പറയാനില്ല. ഈ IPL ഇതുവരെ 4 തവണ 50 റൺസിന് മുകളിൽ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ 4 തവണയും 200-ന് മുകളിലാണ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ എൻ്റയർ ടൂർണമെന്റിൽ തന്നെ ഇതുവരെ നിക്കോളാസ് പൂരന്റെ സ്ട്രൈക്ക് റേറ്റ് 200-ന് മുകളിലാണ്. ഇവിടെ പല ബാറ്റ്സ്മാൻമാരും ഒരു മത്സരത്തിൽ തന്നെ 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് കണ്ടെത്താൻ പറ്റാനില്ല. അപ്പോഴാണ് ഒരു ടൂർണമെന്റ് ആവറേജിൽ തന്നെ സ്ട്രൈക്ക് റേറ്റ് 200-ന് മുകളിൽ അദ്ദേഹം കൊണ്ടുപോകുന്നത്. ഒരു പെർഫെക്റ്റ് പിക്ക്. LSG ഓണർ ഗോയങ്കയോട് മുൻപ് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായി ആങ്കർ, ഈ ഇത്രയും പൈസയ്ക്ക് അദ്ദേഹം, അതായത് ഇത്രയും 20 കോടി 18 കോടിയൊക്കെ അദ്ദേഹം വർത്താണോ എന്നുള്ളത്. അതിന് അദ്ദേഹം കൊടുത്തൊരു മറുപടിയാണ്, ഒരു മാച്ച് വിന്നറാണ്. അതായത് ഒറ്റയ്ക്ക് സിംഗിൾ ഹാൻഡഡ്ലി ഒരു മാച്ച് ജയിപ്പിക്കാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് പൂരൻ. ആ പൂരനെ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ റീറ്റെയിൻ ചെയ്തെന്നുള്ളത്. ആ അത്രയും അത് അദ്ദേഹം കാണിക്കുന്നുണ്ട് ഈ സീസണിൽ. പെർഫെക്റ്റ് മാച്ച് വിന്നറാണ്. അപ്പോൾ ഇന്നലെയും അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ഇന്നിങ്സ് ആക്സലറേറ്റ് ചെയ്ത രീതി, അത്രയും സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്നു. ഒരു ബോളേഴ്സിനും അദ്ദേഹത്തിനെതിരെ ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നിങ്സ് കൂടി മിഡിൽ വന്നതോടുകൂടി ഗുജറാത്തിന് പ്രത്യേകിച്ച് ചാൻസ് ഇല്ലാതെയായി. അപ്പോൾ എന്തായാലും ഈ സീസണിൽ ഇതുവരെ 31 സിക്സറുകളാണ് അദ്ദേഹം അടിച്ചേക്കുന്നത് 6 മത്സരങ്ങളിൽ നിന്ന്. അതിൽ മുംബൈക്കെതിരെ ഒറ്റ സിക്സർ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫലത്തിൽ ബാക്കി 30 സിക്സുകളും വന്നേക്കുന്ന 5 മത്സരങ്ങളിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 6 ഹീറ്റിംഗ് എബിലിറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ചെന്നൈ സൂപ്പർ കിങ്സ് വോൾ ടീം ആകെ അടിച്ചത് 32 സിക്സാണ്, പൂരൻ 31 സിക്സും. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അത്രയും 6 ഹിറ്റിംഗ് എബിലിറ്റി ഉള്ള പ്ലെയറാണ്. അപ്പോൾ പിന്നെ ആ ഒരു ഇന്നിങ്സ് വന്നപ്പോൾ തന്നെ ഗുജറാത്ത് മറ്റേ കളിയിൽ നിന്ന് ഇല്ലാതായ ഒരു കാഴ്ച. എന്തായാലും ഗുജറാത്തിൻ്റെ ബോളിംഗ് എടുത്ത് പറയണം, എസ്പെഷ്യലി പ്രസിദ്ധ് കൃഷ്ണ. അദ്ദേഹം ഈ സീസണിൽ ഭയങ്കര ഗംഭീരമായിട്ടാണ് അദ്ദേഹം ബോൾ ചെയ്യുന്നത്. ഇന്നലെ പോലും അദ്ദേഹത്തിന് അധികം അടി കിട്ടിയിട്ടില്ല. എന്നാൽ സിറാജിനൊക്കെയാണ് കൂടുതൽ അടി കിട്ടിയിരിക്കുന്നത്. പ്രസിദ്ധ് കൃഷ്ണ നമ്മൾ കൊൽക്കത്തയിലൊക്കെ ഉള്ളപ്പോഴും അല്ലെങ്കിൽ നാഷണൽ ടീമിൽ വരുമ്പോഴൊക്കെ നല്ല രീതിക്ക് റൺസ് വിട്ടു കൊടുക്കുന്ന ഒരു ബോളറായിരുന്നു. പക്ഷേ ഈ സീസൺ അദ്ദേഹം ഭയങ്കര മികച്ച രീതിയിലാണ് പന്തെറിയുന്നത്. അദ്ദേഹം റൺസ് വിട്ടു കൊടുക്കുന്നില്ല, കീ വിക്കറ്റ്സ് എടുക്കുന്നു. ഇന്നലെ പോലും വളരെ എക്കണോമിക്കലായിട്ടാണ് അദ്ദേഹം പന്തെറിഞ്ഞത്. സ്റ്റിൽ ഗുജറാത്തിന് വിജയിക്കാനായില്ല, എന്നാൽ പോലും നല്ലൊരു ഫൈറ്റ് ആയിരുന്നു ഗുജറാത്ത് കാഴ്ചവെച്ചത്. ഈ ഒരു സ്കോർ 150 എന്നൊക്കെ പറയുമ്പോൾ നിലവിൽ IPL ഒരു ലോ സ്കോർ തന്നെയാണ്. ജയ്പോക്കിൽ വെച്ച് ബാക്കി എവിടെ കളി നടക്കുമ്പോൾ 200-ന് മുകളിലാണ് ഒരു ഡിഫെൻഡ് ചെയ്യാൻ വരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത്.
ഇന്നിപ്പോൾ നമ്മൾ ജി ടിയുടെ കാര്യത്തിൽ നമ്മൾ പ്രവചിച്ചത് ഏകദേശം കറക്റ്റാണ്. പക്ഷേ LSGയുടെ കാര്യത്തിൽ എന്താണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റി. നമ്മുടെ എന്താ പറയുക, IPL മുമ്പ് നമ്മൾ ഇത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്രീ വീഡിയോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, അതിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ അതെന്താ അവിടെ ഒരു അട്ടിമറി നമുക്ക് സംഭവിച്ചു. ഇപ്പോൾ LSG ടോപ്പിൽ നിൽക്കുന്നുണ്ട്. LSGയുടെ കേസിൽ ആദ്യം തോന്നുന്ന മിസ്റ്റേക്ക് അവരുടെ ഓപ്പണേഴ്സ് ആയിട്ട് മിച്ചൽ മാർഷിന്റെ ഒപ്പം ആരോ ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഓപ്പണർ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഇല്ല എന്നുള്ളതാണ്. അവർ മാർക്കറത്തിനെയാണ് ഓപ്പണിങ്ങിന് കൊണ്ടുവന്നത്. അപ്പോൾ മാർക്കറത്തിന്റെ കേസ്, മാർക്കറം മിഡിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അപ്പോൾ അദ്ദേഹം ഓപ്പണിങ്ങിൽ വന്നിട്ട് എങ്ങനെ കളിക്കും നമുക്കറിയില്ല. പിന്നെ കഴിഞ്ഞ സീസൺ സൺറൈസേഴ്സിന്റെ കളി കണ്ടവർക്കറിയാം, മാർക്കറം വളരെ ഒരു മികച്ച ഇന്നിങ്സുകളൊന്നും കളിച്ചിട്ടില്ല. അത്യാവശ്യം സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞിട്ടാണ്, ഒരു 25 ബോളിൽ 30 ആ ഒരു രീതിക്കൊക്കെയാണ് കുറേ കളികൾ കളിച്ചേക്കുന്നത്. അദ്ദേഹം ഒരിക്കലും ടാലന്റ് ഇല്ലാത്ത പ്ലെയർ അല്ല, അങ്ങനെ നമ്മൾ ആരെയും അങ്ങനെ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് IPL അങ്ങനെ വന്നിട്ടില്ല. ഒരു IPLന്റെ ഒരു റൺസ് ഒഴുകുന്ന ആ ഒരു രീതിക്ക് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് അങ്ങനെ വന്നിട്ടില്ല. അതുപോലെ തന്നെ മിച്ചൽ മാർഷും കഴിഞ്ഞൊരു 2-3 IPL സീസണൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 200-ന് മുകളിൽ ഒരു സീസൺ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി 2 സീസണും ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ നമ്മൾ അവരൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓൾറെഡി ഇവർ ടാലന്റഡ് പ്ലേയേഴ്സ് ആണ്, പക്ഷെ ഇവർ IPL ഇങ്ങനെ കളിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. പക്ഷെ ഈ സീസൺ അതാണ്, ചില പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറം പോവുകയാണ്. അല്ല, പന്ത് മോശം ഇത് തന്നെയല്ല. ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഇത്രയധികം പൈസ കൊടുത്ത രീതിയിൽ കളിച്ചിട്ടില്ല. അതുപോലെ പന്ത് ഇപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്ത് പന്ത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ പന്ത് ഇതുവരെ നല്ല പെർഫോമൻസ് ഇനിയിപ്പോ അടുത്ത ദിവസം പന്ത് ആദ്യത്തെ ഇതോട്ട് നല്ല കളിയായിരിക്കും. അതാണ് ചില പ്ലേയേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ. ഇപ്പൊ ഞാൻ അശ്വിൻ ഭയങ്കരമായിട്ട് ചെന്നൈക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ അശ്വിന്റെ ഭാഗത്ത് അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പല പ്രഡിക്ഷൻസും അങ്ങനെ ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ടായില്ല. ഒന്നാണ് ഫ്രേസർ മെഗ്രിക്ക്, നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഹൈപ്പ് കൊടുത്ത് കഴിഞ്ഞ സീസണിൽ അങ്ങനെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. പക്ഷേ ഈ സീസൺ 5 മത്സരങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് 4 മത്സരങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ളൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ടീമിന് വേണ്ടിയിട്ട്. അദ്ദേഹം 10-ൽ താഴെ റൺസ് എടുത്തിട്ടാണ് ഔട്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്ലെയർ, വിൽ ജാക്സ് അദ്ദേഹം ഫോമിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പല പ്രഡിക്ഷൻസും നമ്മുടെ പാളുന്ന കാഴ്ചയാണ് ഈ IPL നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ പ്രഡിക്ഷൻസിനൊന്നും വിലയില്ല, കളത്തിൽ എന്ത് നടക്കുന്നോ അതിലാണ് കാര്യം എന്നാണ് തോന്നുന്നത്. അറ്റ് എ ടൈം എന്ത് ഹാപ്പൻ ചെയ്യുന്നു അതിലാണ് കാര്യം. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ എക്സ്പെക്ടേഷൻ തെറ്റിപ്പോകുന്നതാണ്. എന്തായാലും മാർക്കറം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ് കേട്ടോ മാർക്കറം. അപ്പോൾ എന്തായാലും അദ്ദേഹം കളിക്കുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ LSGയുടെ കേസ് പറയുകയാണെങ്കിൽ അവരുടെ ബോളേഴ്സ്, അവരെ 4 ഫോറിൻ പ്ലേയേഴ്സും ബാറ്റേഴ്സാണ് അവരെ ലെവലിൽ വരുന്നത്. അവർ ബോളേഴ്സിനെ, അവരിപ്പോൾ മൊഹസിൻ ഖാൻ ആണെങ്കിലും മയങ്ക് യാദവ് ആണെങ്കിലും അവർ റൂൾഡ് ഔട്ടായി. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ അവർക്ക് ഉണ്ട് എന്തായാലും. ഈ ടാക്കൂർ, അതുപോലെ ആവേശ് ഖാൻ, ഈ ബോളേഴ്സിനെ വെച്ചിട്ടാണ് അവർ, അതുപോലെ ആകാശ് ദീപ്, അപ്പോൾ ഇതുപോലത്തെ ഇന്ത്യൻ ബോളേഴ്സിനെ വെച്ചിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് സീസൺ. അതുപോലെ തന്നെ ഋഗ്വേഷ് രതി എന്ന് പറയുന്നൊരു സ്പിന്നറും അവർക്ക് ഈ സീസണിൽ ഒരു അസറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാറ്റ്സ്മാൻമാരുടെ കരുത്ത് തന്നെയാണ് കൂടുതലായിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇങ്ങനെ പോട്ടെ സീസൺ, അവർ നല്ലൊരു സീസൺ ആവട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് ഇപ്രാവശ്യത്തെ IPL നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കറന്റ് സിറ്റുവേഷൻ അനുസരിച്ചാണ് പലതും വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക.